ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, നമ്മൾ അട്രാക്റ്റീവ് ആണോ, നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. എന്നാൽ നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏകദേശം 8 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യു റിസീവ് അറ്റൻഷൻ ആണ്. അതായത് നിങ്ങൾ എവിടെ നിന്നാലും ആളുകൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ അറ്റൻഷനൊക്കെ തരും. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ടാലൻറ്റ് ഇതൊക്കെ ആളുകൾ അംഗീകരിക്കുകയും ചെയ്യും. നിങ്ങൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ എവിടെ നിന്നാലും ആളുകൾ തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സോഷ്യൽ ഇൻവിറ്റേഷൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും നിങ്ങൾ ചോദിക്കാതെ തന്നെ. അതായത് ഇപ്പം ആരുടെയെങ്കിലുമൊക്കെ വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയോ റിസപ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അവർ റിസപ്ഷൻ കാർഡുകളും ഒക്കെ നിങ്ങളെ തന്നിട്ട് നിങ്ങളെയും ആ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾ ഒരിക്കൽ പോലും അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആളുകളായിരിക്കും നിങ്ങളെ ആ ഒരു പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കോംപ്ലിമെന്റ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ആളുകൾ, അതായത് ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ കോംപ്ലിമെന്റ്സ് തരും. അതിപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് ഇതിനെ കുറിച്ചിട്ട് ഒക്കെ ആകും. അതായത് നിങ്ങളെ ആദ്യമായിട്ട് ഒരു വ്യക്തി കണ്ട് പരിചയപ്പെടുകയാണ്. അങ്ങനെ പരിചയപ്പെടുന്ന വ്യക്തികൾ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിനെ കുറിച്ചിട്ടോ ഒക്കെ നല്ല നല്ല കോംപ്ലിമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ തരികയാണ്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് പെരുമാറുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നൽകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വേറെ ഒന്നുമല്ല, നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, അതേഴ്സ് ഷോ ഇൻട്രസ്റ്റ് ആണ്. അതായത് മറ്റുള്ള ആളുകൾ, അതിപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളോട് ഓടി വന്ന് മിണ്ടുകയും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുകയും പിന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമല്ലോ, ഈ പറയുന്ന ആൻസേഴ്സ് ഒക്കെ അവർ നന്നായിട്ട് ലിസൺ ചെയ്യുകയും പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജെന്യുവൻ ഇൻട്രസ്റ്റ് അവർ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ്. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന നിങ്ങളുടെ വീട്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് പഠിച്ചത് തുടങ്ങി നിങ്ങളെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അത് ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും, അല്ലാതെ വെറുതെ ആരെയിലൊക്കെ കണ്ട് വെറുതെ എന്ന് ചോദിച്ച് മിണ്ടി അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് ജെന്യുവൻ ആയിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് അറിയാനും നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, നിങ്ങളെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഒരു ജെന്യുവൻ ഇൻട്രസ്റ്റ് അവർ കാണിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളെ പരിചയപ്പെടുകയാണ്, എന്നിട്ട് നിങ്ങളോട് ഒരു ജെന്യുവൻ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബോഡി ലാംഗ്വേജ് ആണ്. അതായത് മറ്റുള്ളവർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരെല്ലാവരും നിങ്ങളുമായിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുന്നത് കാണാം. അതായത് എല്ലാ ആളുകളും നിങ്ങളോട് സംസാരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ കണ്ണിൽ തന്നെ നോക്കിയിട്ടായിരിക്കും അവർ സംസാരിക്കുക. അതേപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു രീതിയിലായിരിക്കും. അതായത് ചില ആളുകളുണ്ട് നമ്മളോടൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. ആ സമയം ആ ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും, എങ്കിൽ പോലും നമ്മളൊരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് നേരെ നോക്കി സംസാരിക്കുകയൊന്നും ചെയ്യില്ല. നമുക്കിഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയായിരിക്കും നിന്ന് സംസാരിക്കുക. അതേപോലെ തന്നെ പുറകിലൊക്കെ കൈ കെട്ടി നിന്നിട്ട് സംസാരിക്കും. ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് ഉള്ളത് കൊണ്ടല്ല, അതായത് വലിയ താല്പര്യം ഉള്ളത് കൊണ്ടല്ല അങ്ങനെയൊക്കെ കാണിക്കുന്നത്.
ചെയ്യുന്നത്. ഒരു താല്പര്യമില്ലാതെ സംസാരിക്കുന്നതുകൊണ്ട് കാണിക്കുന്ന സൈനാണ് അതൊക്കെ. എന്നാൽ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് തന്നെ നോക്കി നിൽക്കുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചെന്ന് കേൾക്കുക, ഇങ്ങനെയൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത്രമാത്രം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഹേർട്ട് എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഒരു കുഞ്ഞ് കമൻറ്റും എനിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. 6ാമതായിട്ട് വരുന്ന വേറെ ഒന്നല്ല, പീപ്പിൾ നോട്ടീസ് യു. അതായത് യു ക്യാച്ച് അതേഴ്സ് എന്നും പറയാം. നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് ഇരിക്കും. ചിലരൊക്കെ നമ്മളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടാണോ അവരിങ്ങനെ നമ്മളെ തന്നെ നോക്കുന്നേ, അല്ലേ, നമ്മളൊക്കെ വിചാരിക്കുന്നല്ലേ. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല, കുറച്ച് വ്യക്തികൾ നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇങ്ങനെ തുറിച്ചൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനർത്ഥം വേറെ ഒന്നുമല്ല, നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ 6ാമത്തെ പോയിന്റ്. ഇനി 7ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. 7ാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പോസിറ്റീവ് സെൽഫ് ഇമേജ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മനസ്സുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും, ഇതൊക്കെ നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ആണ്. അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രെങ്തും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇതാണ് നമ്മുടെ 7th പോയിന്റ്. ഇനി 8ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 8ാമതായിട്ട് വരുന്ന വേറെ ഒന്നല്ല, കോൺഫിഡൻസ് ബൂസ്റ്റ് ആണ്. അതായത് നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. നിങ്ങൾക്ക് ഉള്ള, അതായത് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത്, ആ ഒരു പ്ലേസിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺഫിഡൻറ്റും അല്ലെങ്കിൽ കംഫോർട്ടബിളും ആയിരിക്കണം. ഇതൊക്കെ ആണെങ്കിൽ നിങ്ങളെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് മറ്റുള്ളവർ കാണത്തുള്ളൂ. അതായത് നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ഒക്കെ ഒരു കംഫോർട്ടബിൾ, അതായത് അവർക്കും ഒരു കംഫോർട്ടായിരിക്കണം നിങ്ങളവിടെ നിൽക്കുന്നത് കൊണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ ഇതാണ് ആ ഒരു 8 ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണം. പിന്നെ ഇതൊന്നും അറിയാൻ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഫ്രണ്ട്സിന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching.